ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഫ്ലവറൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ആ ഒരാൾ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം ഷബാനു കണ്ടക്ക്. അപ്പോൾ ഷബാനുവിൻ്റെ 2 ഭാഗമായിട്ട് ആണ് നമ്മളിവിടെ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഷബാനു, വെഡിങ്ങിന് വരാൻ പറ്റാത്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെഡിങ്ങിന് വരാൻ പറ്റാത്ത ഭയങ്കര സങ്കടമായിരുന്നു. ലൈക്ക് നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്തായിരുന്നു വരണം എന്നുള്ളത്. പിന്നെ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ രണ്ടാളും കുറേ വിളിച്ച് അപ്പോൾ മുതൽ പ്ലാൻ ചെയ്ത. പിന്നെ നമ്മൾ ജനുവരി പ്ലാൻ ചെയ്ത് ഇപ്പോൾ ലാഗായി ഇപ്പോഴാണ് നടന്നത്. ശരിക്കും എന്താ വെച്ചാൽ ഇഫ്രൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്താണ് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നുണ്ടായത് എന്താ വെച്ചാൽ വിസ നേരത്തിന് കിട്ടിയില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ തന്നെയാണ്. ഫോട്ടോ അയച്ചു തരാൻ കയ്യും കാലും പിടിച്ച് എന്നും പറയും ഫോട്ടോ അയച്ചാട്ട് വിസക്കുള്ള. സർപ്രൈസ് ആയതുകൊണ്ട് ജിംഷ എന്തായിട്ടും ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാം കിട്ടി ഡിലീറ്റ് ആക്കും, ചാറ്റ് അടക്കം എന്താണെന്നും കൂടി നോക്കൂലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണ എന്താ വെച്ചാൽ ഇനി സർപ്രൈസ് പൊളിയണ്ടല്ലോ വിചാരിച്ചിട്ട് വരുന്നതിൻ്റെ തലേന്നത് പൊളിഞ്ഞു ചെയ്ത്. അപ്പോൾ എന്താ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇവിടെ കസാഖിസ്ഥാനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ, ഹനാന്, നിഹാല്, ഷാനു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 2 ഭാഗമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഷബാന് ഞങ്ങൾക്ക് തന്ന ട്രീറ്റ് വെയ്യായിട്ട് പോലും ഇജന്ന് കാണുന്നില്ല. കൈയൊക്കെ ഫ്രീസായിട്ടും ഷബാനുണ്ടല്ലോ വാ പോവാ അങ്ങോട്ട് പോവാ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു എന്തായാലും ഹനാൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്. പിന്നെ അതേപോലെ തന്നെ സൽമാനും ഉണ്ട്. സൽമാൻ ഇപ്പോൾ അവിടെ അവൻ്റെ റൂമിലാണ്. അപ്പോൾ ഓനി വരുന്ന ഇതിൽ എന്തായാലും കാണുന്നുണ്ടാവും. അപ്പോൾ പിന്നെന്തൊക്കെയാ പറയാനുള്ളത്? ഇപ്പൊക്ക് കല്യാണത്തിന് വരാൻ നല്ല താല്പര്യം ഉണ്ടായിട്ടോ. എന്താ കല്യാണത്തിന്റെ തലേന്നൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറയും എനിക്ക് സങ്കടാവുണ്ട്. അത്രയും എക്സ്പെക്ട് വരാൻ ചെയ്തിരുന്നു. പറ്റിയില്ല. കാരണം ഞാൻ ആരെ കല്യാണത്തിനുള്ളിൽ ജിമ്മിന്റെ കല്യാണത്തിൽ പോകണം അത്ര ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇതെന്താ ഇത്ര സൈലന്റ് ആയിക്കണ? ഇങ്ങനെ നല്ലല്ലോ. ഞാൻ വ്ളോഗിൽ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു 6 മണിക്കല്ലേ റൂമിൽ എത്തിയേ? 6 മണി കഴിയണം. രാവിലെ നമ്മളിവിടെ എത്തി, ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് നേരെ റൂമിലെത്തി കടന്നുറങ്ങി. ഇപ്പൊ സമയം ഒരു 3 മണിയോ 2:30. ഒരു 2 മണിക്ക് നീറ്റിപ്പം പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ വന്ന മഴയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താ അറിയില്ല, ഒന്നും ഭയങ്കര മഴയാണ് ഇവിടെ. അതെ. ഇഫ്ര ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഫ്ലവർ ഇത് കയ്യിൽ താഴ്ച്ചിട്ടില്ല. തരലില്ല അത് സംഭവം. അല്ലേ എന്തിനാ ഫ്ലവർ? ഞാൻ എന്തിനാ ഫ്ലവർ? അപ്പൊ നമ്മള് പുറത്ത് പോയിട്ട് ഇന്ന് എവിടെയാണ് പോണത് അല്ലെങ്കിൽ എന്താ ചെയ്യണത് എന്നുള്ളതിന്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാര്യം ഉണ്ടാവുക. അപ്പൊ ഏതായാലും അതിന്റെ മുന്നേ ഇതാണ് നമ്മളെ റൂം ഉണ്ടാവും. സീൻ റൂം, കിഡിലെ റൂം പറഞ്ഞാൽ കിഡിലെ റൂം. അത് കുഴപ്പമില്ല, ഞങ്ങൾ തന്നെയല്ലേ. ഇതിൽ വരുമ്പാണ് വീട്ടില്. അപ്പോ ഇവിടെ അങ്ങനെ കിച്ചണ് കാര്യങ്ങള് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി റൂമാണ്. ഷബാനുവും സൽമാനും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതെ, പുറത്തത്തെ വ്യൂ ഒന്ന് കാണിച്ചെടുത്താ. നല്ല മഴയാണ്, രക്ഷയില്ലാത്ത മഴയാണ്. എന്താണ് ഷബാന് ഇവിടെ മഴ ഉണ്ടാവില്ല അങ്ങനെ? അതിൽ കാണുന്നുണ്ടോ മഴ ഉണ്ടാവില്ല ഇവിടെ? ഇല്ല, ഉണ്ടാവാറില്ല ഇങ്ങനൊന്നും. ഇപ്പൊ മൗണ്ടെയിൻസിൽ മൊത്തം ഭയങ്കര ഹെവി സ്നോ ആണ്, അതുകൊണ്ടായിരിക്കും ഇവിടെ സിറ്റിയിൽ ഇത്ര മഴ. പിന്നെ ഇവിടെ 3 ദിവസം അലേർട്ടൊക്കെയാണ്, സ്നോ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇഫ്രക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സ്നോ അല്ല സ്നോഫാൾ. അതെ, ഇഫ്രക്ക് സത്യം പറഞ്ഞാൽ ഊട്ടിയിൽ പോയ വരെ ഓള് ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ എങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് ഒന്നാമത്. ഫസ്റ്റ് കസാഖിസ്ഥാനാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായതുകൊണ്ട് അവിടെ വേണ്ട, അവിടത്തേറെ കുറച്ച് കുറവാകും ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെയാണ് അവസ്ഥ.
ഉഷാറാവൂലേ? സത്യം എത്രങ്ങാനും കുപ്പായിട്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പൊ അതിന്റെ മുന്നേ ഞങ്ങള് ഇവിടെ വന്നപ്പോ എയർപോർട്ടിൽ നിന്ന് എടുത്ത 2 ക്ലിപ്സ് ഉണ്ട്, അതൊന്ന് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. സുഹൃത്തുക്കളെ, നമ്മളിവിടെ വണ്ടി, ഇവിടെ ടാക്സിന്റെ ഇതെന്താ പേര്? എന്താണ്? യാൻഡെക്സ് ടാക്സിയിൽ വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. മന്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇജെന്താ പറഞ്ഞേ? ചിക്കൻ മന്തി. ഞാൻ മട്ടൻ മന്തി പറഞ്ഞു. ഷബാനും ചിക്കൻ മന്തിയാണ് പറഞ്ഞത്. അതിന് മുന്നേ ഒരു സലാഡ് വന്നിട്ടുണ്ട്, കണ്ടിട്ടാണ് രസമുണ്ട്. ഇത് നോക്ക്. ലേഡീസ് ഫസ്റ്റ്. തിന്നോ? ഇതുണ്ടോ ചിക്കനാ? തക്കാളി ഇതേമാതിരി ഇട്ടിക്കണേ. ഇങ്ങനെ ഇടുക? കുഞ്ഞി തക്കാളി. ഇതൊരു സത്യം പറയും. തക്കാളിന്റെ പുളി. തക്കാളി വിടണ്ട. ഓ അമ്മേ, തക്കാളി കൂട്ടാതെ തിന്നോ? അതാ ഞാൻ തക്കാളി കൂട്ടാത്ത മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടോ? കൊടുക്ക്. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് തിന്നു. വീഡിയോ കട്ട് ചെയ്താൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഓർഡർ ചെയ്ത മട്ടൻ മന്തി എത്തിക്കണേ. ഇപ്പോൾ പിന്നെ ചിക്കൻ കഴിക്കണോണ്ട് ചിക്കന് ഷബാനും ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇവിടുത്തെ മന്തി എങ്ങനെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഇത് ഇവിടെ ഉള്ള തന്നെയാണോ ടീം? മീൻസ് ഇത് സീ മട്ടനാട്ടോ. ഇതൊക്കെ നല്ല റോ മട്ടൻ. ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ മാത്രം തിന്ന്. പറ്റിയിട്ടില്ല ഒന്നുണ്ടോ? പറ്റിക്കണോ? മന്തിക്കൂട്ടും രസമുണ്ടാവും. റോ ആണ് എപ്പോഴും തിന്നേണ്ടത്. അപ്പോളെ ചിക്കൻ്റെയും എന്താ മസാലയും കിസാലും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എരിവ് പറ്റൂല. എരിവ് പറ്റുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് എരിവുണ്ട് പറഞ്ഞിട്ടല്ലോ ഒരു തരുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ തിന്നതിൻ്റെ ബില്ല് വന്നിക്കണേ. ബില്ലെന്ന് പറയുന്നത് ആണോ? 10, 100, 1000, 14 ലക്ഷം. 4,15,150 റുപ്യാണ് ബില്ല് വന്നിരിക്കുന്നത്. ഇത് ഭാഷ ഇതെങ്ങനെ വായിച്ചോ? അനക്ക് പിന്നെ അറിയാലോ. നമ്മള് കാശാണോ? 1 ലക്ഷം സോമ് എന്ന് പറഞ്ഞാല് നാട്ടിലത്തെ 700 സംതിങ് INR. അത് 1 ലക്ഷം പറഞ്ഞാല് ഇവിടുത്തെ 1 ലക്ഷം നാട്ടിലത്തെ 700. നമ്മള് ക്യാഷാണോ കാർഡാണോ? കാർഡ്. കാശാണെങ്കിൽ കാശ് കളിച്ചെടുക്കേ. ഓക്കെ. 4 ലക്ഷം റുപ്യക്ക് ഫുഡ് കഴിക്കുക പറഞ്ഞാലേ എന്താ നമ്മളെ ഒരു എന്ത് പൈസക്കൊന്നും ഒരു വില ഇല്ലാത്ത പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് പല്ലും പറഞ്ഞാട്
പോയിക്കോ 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 നീ ചോ ഹവാറിയുന് എന്താ പറയാ ഹവാറിയുന് എന്താ പറയാ എന്തേനു എക്ഷിമിസസ് ഇപ്പൊ പറഞ്ഞെന്താ ആണോ ഇപ്പൊ പറഞ്ഞെന്താ എന്ത് ഇപ്പൊ ഞങ്ങളിവിടെ പിന്നെ നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോണേ ഇപ്പൊ ചെക്കന്മാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്കും ആണ് നമ്മൾ പോണത്. അപ്പോൾ മെട്രോ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സൈഡത്തെ മെട്രോ കാണിച്ചതാ ഇതുണ്ടോ ഇവിടുത്തെ മെട്രോ? ഇത് പഴയ ടൈപ്പാ? ഇത് പഴയ ടൈപ്പ് മെട്രോ എന്നാ പറഞ്ഞത്. അപ്പോൾ ഇനി പുതിയ ടൈപ്പ് വരും എന്ന് പറയുന്നുണ്ട് ഷബാനു. വന്നിട്ടില്ലെങ്കിൽ അത്രേ ഉള്ളൂ. എവിടെ? ഇവിടെ ഫുൾ അണ്ടർഗ്രൗണ്ടാ? ഇവിടെ എത്ര മിനിറ്റ് ഉണ്ടാകണ്ട്? അവ എവിടെ വെച്ചിട്ടാ പോണേ? പുതിയ മെട്രോ എത്തി. പുതിയ മെട്രോ. ഓ ഇതില് വൻ തിരക്കാണല്ലോ. കേറിക്കോ. ആൾക്കാരൊന്നും പ്രശ്നമില്ല. Hürmetli yolcular, yoş bolali, Nogivan ve yoş şirkette yolcularga joy verin. കട്ട് ചെയ്തോ മോനെ, ഒടുക്കത്തെ തിരക്കാടോ. നല്ല രസമുണ്ടായിരുന്നു. എന്തായിരുന്നു അപ്പം വരുന്ന വഴിക്ക് നേരെ മെട്രോ കയറി ഇങ്ങനെ വരുന്ന വഴിക്ക് മിനീസും അടുത്തൊരു ഷോപ്പ് കണ്ട്. ഹട്ടച്ചോനെ ഇതിന്റെ ചെറുത് ദുബായിന്ന് വാങ്ങിയില്ലേ? ഓർമ്മണ്ട്. ഇതിന്റെ ഷോപ്പിന്റെ മിനിസോനെ ഇതല്ലോ. ഓ ഇങ്ങനെ വെക്കുക ചാറണ്ട കേട്ടോ. ചാടി ഈ ഇങ്ങനത്തെ സാധനം വാങ്ങണോണ്ട് നിങ്ങൾ ഉദ്ദേശിക്കണ എന്താ? കെട്ടിപ്പിടിച്ചുറങ്ങും. പറയണില്ല. ഇപ്പൊ ഒന്നും പറയടാ. ഞാൻ അടുത്ത ക്രൈസാണ് പോക്കി ബോട്ടിൽസ്. എന്തുണ്ടോ പെൻഗിൻ്റെ പോലെ. ഇതൊക്കെ ചെറിയ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകണതാണ്. ഇതിനക്ക് എന്നിട്ട് ഈ വെള്ളം കൊണ്ടുപോലുണ്ടോ? അല്ല നമുക്ക് അങ്ങോട്ട് പോവാ. നേരെ പോയിക്കും. ഇതിങ്ങനെ കണ്ടിട്ട് എന്ത് ഇപ്രകാരം? ഞങ്ങൾക്ക് ബോയ്സിനുള്ളത് ഞാൻ മേലെ പോകുന്നുണ്ട്. കാര്യമായിട്ട് അസുറു ഇങ്ങനെ പറയുന്ന കേട്ടിരുന്നു. ഓനിവിടെ ഉസ്ബെക്കിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. അതെന്താ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ടാലും മതി വരാത്ത എന്താണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അപ്പം എന്താണ് ഇവിടെ ഇത്രമാത്രം ഉള്ളതെന്ന്. മോനെ ഫെറാറിന്റെ ഏതോ സീൻ കാറാട്ടോ. പക്ഷെ എന്താ പേരൊന്നും അറിയില്ല. എൻ്റെ ആ മോനെ ഇനി മേലക്കുണ്ടോ?
ആകാശനീല വണ്ടി ഭയങ്കര ഇഷ്ടം. പേരെന്താ എനിക്കറിയില്ല. എന്ത് വണ്ടി? ആകാശനീല കളർ വണ്ടി, ഇങ്ങനത്തെ ഒരു കളർ. ഇത് ഇവിടെ ചേഞ്ച് ആവോ വണ്ടി? അടുക്ക് മാറലുണ്ട്. പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ മാറണ്ടാവൂലേ? മോനെ ഇത് എന്തൊരു രസമാണോ. സീരിയസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് പോയേക്കാം. BMW ഏതോ പുതിയ സീരീസാണ്. നമുക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. മോനെ M5 എൻ്റെ മോനെ ഇതിൻ്റെ കളറൊക്കെ. എനിക്ക് ഇഫ്രാക്കും കാസ് ഭയങ്കര ഇഷ്ടാട്ടോ. അതിന്റെ സീറ്റ് സീറ്റല്ല, അതിൻ്റെ ഗ്ലാസ് ഒക്കെ മേലത്തെ. അതിനെ പറയണ അതിന്റെ ഉള്ളിലേക്ക് നോക്കി ഇങ്ങോട്ട്. അത് മറ്റേ സീറ്റാണ്, ബക്കറ്റ് സീറ്റാണ് മറ്റേ. എന്താ അവിടുന്നാലേ പേടിച്ച്. ഒന്നും പറയല്ല മോനെ. എനിക്കുണ്ടല്ലോ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു രോമാഞ്ചം വരിക. ഇവിടെ മേലല്ലേ, ഇനി മേലത്തിൽ കൂടി നമുക്ക് നോക്കട്ടോ. ഇവിടെ പിന്നെ ഉള്ളത് പിന്നെ റോൾസ് റോയ്സിൻ്റെ പഴയ മോഡലാട്ടോ. പഴയ മോഡൽ പറഞ്ഞാൽ പഴയ മോഡൽ റോൾസ് റോയ്സിൻ്റെ അങ്ങനത്തെ വണ്ടിയൊക്കെ ആദ്യമായിട്ടോ കാണുന്നത്. ഇവിടെ എനിക്ക് തോന്നണേ ഇവിടെ കുറേ സ്ഥലത്ത് ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വണ്ടി വളരെ കുറവാട്ടോ. പക്ഷെ ഉള്ള 3 വണ്ടിയാണെങ്കിലും ഇപ്പം 3 ഉണ്ട്. ഇനി മേലക്ക് കയറാൻ വേണ്ടിയിട്ട് ഉള്ള 3 വണ്ടിയാണെങ്കിലും അടിപൊളി വണ്ടികൾ. എന്തല്ലേ അവിടെ എന്നാ എൻ്റെ ഡ്രസ്സും വണ്ടിയും നല്ല മാച്ച് ഉണ്ട്. ഞാനല്ലേ പറഞ്ഞ ഈ കളർ വണ്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്നാ മറ്റേത് പൊന്തി വരും. അപ്പോൾ ഇതാക്കണ മക്കളെ അടുത്ത സ്ഥലത്തെത്തി. ഇത് പിന്നെ മറ്റേ ഷെവർലെറ്റിൻ്റെ ഇത് താഹോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതിൻ്റെ ഷോറൂം എന്തുണ്ട് ഇവിടെ. അതാകണേ ഫെറാറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ. ഈ വണ്ടിയിട്ട് ഒരു രക്ഷയില്ല. ഈ വണ്ടി ഇഫ്രാക്ക് ഇഷ്ടപ്പെടും, നിൻ്റെ മനസ്സ് പറയുന്നു. മോഡലൊക്കെ ഇപ്പോൾ ഏതാ റബ്ബേ. ഇങ്ങനത്തെ മാളാണ് ഞങ്ങൾ ബോയ്സ് എപ്പോഴും ആഗ്രഹിക്കണേ. നമുക്ക് ഇനി അടുത്ത വണ്ടിൻ്റെ നോക്കാം. ഇത് ഓടിൻ്റെ ഏതോ വണ്ടി കേട്ടോ. ഇഫ്ര വരുന്നുണ്ട്. ഇഫ്ര വരുന്നുണ്ട്, ഓളെ റിയാക്ഷൻ അങ്ങനെ നോക്കാം. ഇഫ്ര വരുന്നുണ്ട്, അവളോട് ചോദിച്ചോക്കാം. ഇപ്പല്ലേ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നൈസായി കണ്ട് ന്യൂയോർക്ക് പറഞ്ഞ ഷോപ്പുണ്ട്. നേരെ 5X ഇട്ടാണ്ട് ഓരെ കാണിച്ചു കൊടുത്തേ. ഓഡി ഫെറാറി. ഫെറാറിൻ്റെ ഏത് മോഡലാണെന്ന് അറിയില്ല, മോഡലൊന്നും അറിയില്ല, വണ്ടി ആസ്വദിക്കാൻ അറിയുള്ളൂ. എന്താ ചൊറുക്കില് കാണാം. ഇതിന്റെ സീറ്റാ നോക്കണുള്ളത്തെ. ഇതിലെനിക്ക് ഏതാ ഇഷ്ടമായത്, ഇതാണോ അതാണോ? അതല്ലേ, എനിക്ക് ഉറപ്പേനി ആ ചോപ്പ് കണ്ടപ്പോൾ തന്നെ. വാ ഷബാനുവിന് ഇഷ്ടപ്പെട്ട വണ്ടി കേട്ടോ. അവിടെ ഒരു നീല ഉണ്ടല്ലേ ഇവിടെ, പട്ടാളക്കാര വണ്ടിയില്ല. ഈ വണ്ടി ഉണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ബി എന്നുള്ള എംബ്ലം കണ്ടിട്ട് മറ്റേ ബ്രാബസ് പറഞ്ഞൊരു മോഡിഫിക്കേഷൻ്റെ ടീമുണ്ട്. ഓല് വണ്ടി ഇത് മോഡിഫൈ ചെയ്ത് എത്രയോ പൈസക്ക് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. ഇതിൻ്റെ വീലൊക്കെ നോക്ക്, ഇങ്ങോട്ട് വാ. എൻ്റെ വീലൊന്ന് കാണിച്ചു കൊടുത്താ. എനിക്കതാ തോന്നുന്നത്.
ബ്രാബസ് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്. അതാ ബ്രാബസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ബ്രാബസ് ഞാൻ പറഞ്ഞില്ലേ. അവൻ്റെ മോനെ ഇതിന്റെ ബാക്കിന്റെ ലുക്ക് നോക്കി. സീനായിട്ടോ. ഇതാ കിടക്കുന്നു. എക്സ്ക്യൂസ് മീ. അപ്പൊ മൈൻഡ് ചെയ്യാതെ പോയി. മനസ്സിലാവണല്ലോ. ഇതും അതന്നെ കേട്ടോ. ബ്രാബസിന്റെ മോഡിഫൈ ചെയ്തേ. ബ്രാബസിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയ വണ്ടി തോന്നുന്നു. ഇത് പിന്നെ ഫുള്ളി കാർബൺ ഫൈബർ ചെയ്തിട്ടുള്ള കാർബൺ ഫൈബർ വന്നിട്ടുണ്ട്. BMW. അത് ചിലപ്പോ സെയിം ആണേ. ഓ അവിടുന്ന് കണ്ടപ്പോഴേ ചോദിച്ചാലേ പറഞ്ഞാലേ. പിന്നെ അവിടെ ബെൻസിന്റെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ അവിടെ. ഏതായാലും ഫസ്റ്റ് ഡേ തന്നെ സെറ്റ് ആയിട്ടോ. നമ്മൾ ഹാപ്പിയാണ്. കാരണം ഇങ്ങനത്തെ ഇത്രയൊക്കെ നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. വളരെ നന്നായി. ഇനി ഒരു ഫ്ലോറും കൂടി ഉണ്ട്. അവിടെയും കൂടി പോയി നോക്കിയിട്ട് അവിടെ എന്താന്നുള്ളത് നമുക്ക് കാണാം. ജിംഷ കാർ അങ്ങോട്ട് കണ്ടപ്പോൾ ഇവിടുന്ന് പോരുന്നില്ല. അവിടുന്ന് ഇപ്പോൾ അരമണിക്കൂർ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇവിടെ ഇപ്പോൾ എത്ര മണിക്കൂർ എടുക്കുമെന്ന് അറിയില്ല. സംഭവം ജിംഷാന് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു അല്ലേ. പിന്നെ വെറുതെ ഇവിടുന്ന് പോകാത്ത എനിക്ക് കാലുവേദന ഒക്കെ ഉണ്ട്. ഇത് ഒരു മണിക്കൂറായി ഇവിടുന്ന് ഇപ്പൊ പോകുക. അതിങ്ങനെ കണ്ടിങ്ങനെ ഇതന്നെ പണി. ഇത് കണ്ടില്ല ഇപ്പോൾ വീഡിയോസും ഫോട്ടോ എടുക്കും. ഇവിടുന്ന് ആ വീഡിയോസും ഫോട്ടോസും കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതാണ് പണി. ഇത് കട്ടണം പോണില്ലേ പോകുക. ഇതന്നെ ഡയലോഗ് എപ്പോഴും. ഇപ്പം ദുബായിൽ പോയി അല്ലെങ്കിൽ ഇത് അവിടെ വന്ന് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു മോള് കൊണ്ടുവരണം. അതാണ് നമ്മൾ പുതിയതായൊരു സാധനം കാണുമ്പോൾ അതിന് 2 മണിക്കൂർ ഇതിന് എടുക്കരുത് എന്നല്ലേ കണ്ടു പോകുക. ഇതന്നെ പണി. ഇതോ ഈ വീഡിയോസൊക്കെ ഇറങ്ങുമാവോ അതറിയില്ല കേട്ടോ. ഈ വീഡിയോസൊക്കെ ഇറങ്ങുമാവോ അത് നമുക്കറിയില്ല കേട്ടോ. അത് ഉറപ്പ് പറയണില്ല ഞാൻ. അപ്പോൾ നമ്മളെ കാണാൻ ഇവിടെ ഉസ്ബെക്കിൽ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതെ, ഫ്യൂച്ചറിൽ ഡോക്ടർ ആവാൻ പോകുന്ന ആൾക്കാരാണ്. എൻ്റെ പേര് ഓക്കെ. അപ്പോൾ ഇവര് ഇപ്പൊക്കെ എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിക്കണേ. എല്ലാവർക്കും ഞാനൊരു എന്തായാലും ഇഷ്ടാവും, ഒരു സംശയമല്ല. ഇന്നിപ്പോ കണ്ടുവരികയാണ്. ഒരു കളക്ഷനിലായി. ഇതിനോട് എന്താ വെച്ചാലോ ഇതെന്താ പറഞ്ഞോ ഇതെന്താ കാട്ടാ വെച്ച് വാങ്ങിട്ട് എന്താ കാട്ടിന് വെച്ച് ഞാൻ പറഞ്ഞു കെട്ടിപ്പിടിച്ചാന് അതല്ലേ അതാണ് പറയാൻ ആ അതാണ് പിന്നാണ് പുറത്താക്കുക. ഓഫീസ് റൂമിൽ നിങ്ങൾ ഏതാ ഇയർ ഏതാ എല്ലാവരും? എല്ലാവരും താങ്ക് യു. ആണോ? ഇതിനിങ്ങനെ പിടിച്ചു. പേരെന്തായാലും ഞാൻ സെർച്ച് ചെയ്യണം. അല്ല നമുക്ക് ഇറങ്ങല്ലേ. അപ്പൊ അങ്ങനെ കുറെ നേരം നടന്ന് മെട്രോയിലൊക്കെ വന്ന് ഒടുവിൽ നമ്മൾ TV ടവറിന്റെ മുന്നിലെത്തി. ആ കാണുന്നതാണ് TV ടവർ. അതിനവിടെ ഫോഗ് ഇങ്ങനെ വന്നിട്ട് നല്ല രസമുണ്ടല്ലേ. പാരീസിലൊക്കെ ടവർ മാതിരി ഇങ്ങനെ മിന്നുണ്ട്. ഇപ്പൊക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ പാരീസിൽ പോകണം എന്നുള്ളത്. ഏതായാലും TV ടവർ കണ്ട് നമ്മളിപ്പോ താൽക്കാലികമായിട്ട് ആ ഒരു വിഷമം മാറ്റി.
ഗ്ലൗസ് ഒക്കെ ഇട്ട് മഴയാണ്, മഴ ചീഞ്ഞ മഴ. നാളെ മുതൽ മഴ ഉണ്ടാവില്ല തോന്നുന്നു. വണ്ടി ശബാനോ, മോട്ടോർ സൈക്കിൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് കയറാൻ പറ്റുമോ ശരിക്കും? പറ്റില്ല. എവിടെ വരെ? ആ റൗണ്ട് വരെ, ആ റൗണ്ട് വരെ. രണ്ടാമത്തെ റൗണ്ട് വരെ. ആ അപ്പൊ രണ്ടാമത്തെ റൗണ്ട് വരെ കയറാൻ പറ്റുന്ന അതിന് ആ ഫോഗ് മുടി നല്ല രസമുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ഇനി അങ്ങോട്ട് പോണേ? മാഞ്ചസ്റ്ററോ? ആ മാജിക് സിറ്റി. മാജിക് സിറ്റി പറഞ്ഞൊരു സ്ഥലമുണ്ട്, മറ്റേ ഡിസ്നി അങ്ങനത്തെ കുറച്ച് പൂക്കി സാധനങ്ങളുള്ള സ്ഥലമാണ് തോന്നുന്നു അല്ലേ? അത് പറയുമ്പോ തന്നെ ഒരു പൂക്കി ടോയ് കിട്ടി. തണുപ്പുണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ. ഓവറൊന്നുമില്ല, ഒരു ഓക്കെ തണുപ്പാണ്. പിന്നെ കയ്യെ പുറത്തേക്കിടാത്ത. അപ്പൊ ഏതായാലും നമ്മളിഞ്ഞ് മാജിക് സിറ്റിയിലും കൂടി ഇന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകും. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മാജിക് സിറ്റിയിലെത്തി. നപ്പുടി അത് അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാം. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്, അടിപൊളി, നല്ല സ്ഥലം. മഴ ഇപ്പൊ ഒന്ന് നിന്നിട്ടുണ്ടോ? നേരത്തെ നല്ല മഴ. ഇനി അതുപോലെ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഫുഡ് കഴിക്കാനോ? ഇത് ശരിക്കും മറ്റേ ഡിസ്നി ലാൻഡ് ഇല്ലേ, അതിന്റെ ഒരു ഡൂപ്പാണ്. ഡിസ്നി ലാൻഡിന്റെ ഡൂപ്പാണ് അല്ലേ? ഐ ലവ് KFC. കാർട്ടൂൺസിലൊക്കെ കാണില്ലേ കൊറേ മൂലത്തെ വരില്ലേ കുഞ്ഞു കുട്ടികളാകുമ്പോ, അങ്ങനത്തെ പിന്നെ ഉള്ള നല്ല രസമുണ്ടാവും. നല്ല രസമുണ്ട്, അടിപൊളി. അപ്പൊ എന്നാലും നമുക്ക് ഉള്ളിലെത്തിയിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം. സബല് മിറർ കണ്ട് ഫോട്ടോ എടുക്കൽ തുടങ്ങിട്ടോ. ഇവിടെ സംഭവം അടിപൊളിയാട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്ന ഇതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാം. ഫുൾ ലൈറ്റൊക്കെ ചെയ്തിട്ട്. കിരീഷ് ബിക്സ്വ. ഓ രസമുണ്ടല്ലേ? പോയേക്കാ, ഉള്ളു പോയേക്കാ. ഇവിടെ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കണോ? ആണോ? എന്താണ് നിങ്ങൾ അന്തം വിട്ട് നിൽക്കുന്നത്? അത് ഓക്കെ, എന്തൊരു ഭംഗിയാണ്. എന്റെ കണ്ണുന്നൊക്കെ വളർന്നില്ല. എന്ത് എന്റെ കണ്ണിന്ന് വെള്ളം വരുന്നു. അവിടെ കിടക്ക് പോവല്ലേ? തണുത്തിട്ട് തന്നെയാണോ? എങ്ങനെയുണ്ട്? ഞാൻ കരഞ്ഞിട്ടില്ല. കരയണേ. നമുക്ക് എന്തായാലും വരണം നാളെ. കരയണോ ഒരാള്? എങ്ങനെ കാല് നനഞ്ഞേ? നല്ല തണുപ്പുണ്ട്. ആ മറ്റേ പെട്ടിയാക്കണ് ഫോട്ടോ എടുക്കണേ. എന്താ നമുക്ക് ഇങ്ങോട്ട് വരാം ഫോട്ടോസ് എടുക്കാന്. രാവിലെ വന്നാലും കിട്ടും, നല്ല പിക്ക് കിട്ടും. നമ്മളെപ്പോഴും പാട്ടങ്ങാടിത്തെയും അതേപോലെ നിലമ്പൂർ പാട്ടിനെ പറ്റിയാട്ടോ പറയുന്നത്. അവിടുത്തെ ഗെയിംസ്, ബോൾ എറിയണത്, പാവനെ പിടിക്കണ കണ്ടുണ്ടാവും. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതേപോലെ ഇത് പാവന കിട്ടുന്ന ഗെയിം തന്നെയാണ്. ഇതെങ്ങനെ വെച്ചാല് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് ഇത് കാണിച്ചേ സ്ലോ ഫാസ്റ്റർ പറഞ്ഞ സാധനം ഉണ്ടാവും. രണ്ടാക്കേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇടുന്നതിനനുസരിച്ച് ആ ബൈക്ക് ഇങ്ങനെ സ്പീഡ് പോകും. മിനിമം രണ്ടാൾക്കേ കളിക്കാൻ പറ്റുള്ളൂ, ഒരാൾക്ക് കളിക്കാൻ പറ്റില്ല. അത് ആ സ്പീഡ് പോയിട്ട് ആരാണോ ജയിക്കണത്, ഇങ്ങോട്ട് കാണിച്ചേ,
ആരാണോ ജയിക്കണത് ഓൽക്ക് ഒരു പാവന കിട്ടും. അത് കളിക്കാൻ ഒരാൾക്ക് 20,000, 30,000, 50,000 ഒരാൾക്ക് കേട്ടോ. അപ്പം രണ്ടാൾ കളിക്കുകയാണെങ്കിൽ 40 റുപ്യ ചുരുങ്ങിയതാവും. 40,000 പറയുമ്പോൾ വേണ്ട, അത് വെറുതെ കൂട്ടി കൺഫ്യൂഷൻ ആവും. അതേപോലെ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. ഇത് നമ്മളെ മറ്റേ ഇത് ഗ്ലാസ് എറിയുന്ന എല്ലാം 20 അറിയണ്ടോ? ഓ എന്താ ഉന്നം. കിട്ടൂല വെറുതെ എന്തിനാ? ഇവിടെ അതേപോലെ അങ്ങനത്തെ കുറെ ഗെയിംസ് സാധനങ്ങൾ ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിയോൾ മൂൺ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റി ഷവാനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊറിയയിലുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട് ഇതേ സെയിം. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം ഇവിടെ റീക്രിയേറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഈ ഒരു ചെറിയൊരു ഇതിനിപ്പോൾ എന്താ പറയുക, ഇതെന്താ മലയാളത്തിൽ പറയാ ഇതിന് ഈ പോയക്ക് എന്താ പറയാ, പോയക്ക് എന്താ മലയാളത്തിൽ പറയാ, എന്നാ ഹിന്ദി പറയും. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയത് ആർട്ടിഫിഷ്യലാണെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് കണ്ടിട്ട് ഭയങ്കര ഒറിജിനൽ. ഇത് ആർട്ടിഫിഷ്യലാണ്, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. മൊത്തത്തിലൊരു കൊറിയൻ്റെ അവിടെ ഉള്ള അതേ സ്ട്രീറ്റ് പോലെ തന്നെയാണെന്ന് പറഞ്ഞു തരുന്നത്. നമ്മൾ പിന്നെ കൊറിയയിൽ പോകാത്തതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി അറിയില്ല. ഇൻഷാല്ലാ കൊറിയയിലൊക്കെ പോകണം അല്ലേ ഇതേപോലെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മളിപ്പോൾ ഒന്നും ട്രൈ ചെയ്യുന്നില്ല. കാരണം കുറച്ച് നേരം ഇങ്ങനെ നടക്കുന്നു, കാലം എനിക്കുണ്ട് അല്ലേ. നമ്മൾ നേരെ റൂമിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്ന് ഫസ്റ്റ് ഡേയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങിയത് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, ഹാപ്പിയാണ്. ഇതിനെ അവിടുന്ന് കരഞ്ഞ് അത് ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ല, പിന്നെ സന്തോഷം കൊണ്ടാണോ? സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി നല്ലോണം. ഡിസ്നിലാൻഡ് എന്റെ ഡ്രീം പ്ലേസാ. ആണോ? അപ്പൊ അതുപോലെ ഒരു പ്ലേസ് കണ്ടൊരു ഫീലായി. അതേപോലെ ഭയങ്കര രസമല്ല സ്ട്രീറ്റ് വൈബ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ നമ്മളെന്തായാലും ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഒന്നുകൂടി വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. പിന്നെ ഷബാനുവിന് എന്തൊക്കെയോ ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ കുറച്ച് കപ്പിൾ ഫോട്ടോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വരവും കൂടി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അതെന്തായാലും ഒരു ഈവനിങ് ടൈമിലാവും വരിക. ഈവനിങ്ങും ഫോട്ടോ എടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ നൈറ്റും കൂടി കിട്ടണം എന്നുള്ള രീതിക്ക് വരുമ്പോൾ നല്ല ഫോട്ടോസ് കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കൂടി കഴിക്കാൻ വെച്ച്. ഇപ്പം നമ്മളൊരു ബോബാട്ടി കുടിച്ചില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ബോബാട്ടി? എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ശരിക്കുള്ള ബോബ. നമ്മളെ നാട്ടിലൊക്കെ നല്ല ജ്യൂസിൻ്റെ നല്ല കോഫി അങ്ങനത്തെ ജ്യൂസുകളൊക്കെ ചോയും ബോബി ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല, ഭയങ്കര എല്ലാം ഭയങ്കര പക്ഷെ രസമുണ്ടായിരുന്നു. വയറിഞ്ഞോണ്ട് കുടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവിടെ ഇട്ട് പോന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ തെണ്ടലും തിരിയലൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ നേരെ റൂമിൽ പോവാണ്. എന്നിട്ട് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ നമ്മൾ കുറച്ച് ഇവിടുന്ന് ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഈ കാര്യം കാണുന്നുണ്ടാകുക. അപ്പോൾ എന്താ പറയുക, ഉസ്ബെക്കിസ്ഥാനിൽ എനിക്ക് തോന്നുന്നു കുറേ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടല്ലേ, പഠിക്കുന്നത്. പക്ഷെ ആരെയും കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ കാണാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഭയങ്കര സന്തോഷം നമ്മളെ കാണാൻ വന്നതിൽ. ഇപ്പൊക്കെ ഒരു ഗിഫ്റ്റും കൊടുത്ത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഓരോടും ഒരു താങ്ക് യു സോ മച്ച്. നിങ്ങളേതായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. അപ്പം എന്തായാലും ചെറുതായിട്ട് കൈ പുറത്ത് കിട്ടാപ്പോൾ പ്രശ്നമാണ്. അനക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇവിടെ ഉസ്ബെക്കിലുള്ള ഈ ഒരു കുറച്ച് ദിവസം ഇൻഷാ അല്ലാഹ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം. അതിനുള്ള ആരോഗ്യം എല്ലാം സംഭവങ്ങളും ഉണ്ടാവട്ടെ, അതിനാണ് ഇപ്പോൾ പ്രാർത്ഥന. പനിയും കാര്യങ്ങളും പിടിക്കാക്കട്ടെ. പെട്ടെന്ന് ക്ലൈമറ്റും കാര്യം മാറിയോണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.